ഹലോ ഗായ്സ്, ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഞങ്ങളുടെ വീടിനടുത്തുള്ള ഏലങ്ങളുടെ ചുറ്റും ഉള്ള ഒരു ജാതിയിലാണ് ഞങ്ങൾ ഏർമാടൊക്കെ കിട്ടിയിരിക്കുന്നത്. ഞാൻ കുറച്ച് പേരെ പരിചയപ്പെടുത്താം. ഇത് ഋത്തിക് അമ്മാടി എന്ന് വിളിക്കും, ഇത് ദേവാനന്ദ, ഇത് കണ്ണൻ എന്ന് വിളിക്കും. എന്റെ പേര് ദേവിക, എന്നെ കുഞ്ഞുമാവാന്ന് വിളിക്കും. ഞാന് എത്രയിലാണെന്ന് വെച്ചാ 4ലോട്ടാണ്. ഇനി അവള് 4ലോട്ടാണ്. എന്റെ 4ലാണ്. 4 ബിയിലാണ്. അടുത്ത ഞാൻ പാർത്തോട് സ്കൂളിലാണ് പഠിക്കുന്നത്, സെന്റ് ജോർജ്. ഞാനും പാർത്തോട് സ്കൂളിലാണ് ഗൈസ്. ഞങ്ങളെല്ലാരും പാർത്തോട് സ്കൂളിലാണ് ഗൈസ്. ഗൈസ്, ഇത് സ്കിപ്പ് ചെയ്ത് ഇത് മുഴുവൻ കാണണം. ഇത് ഭയങ്കര കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഏർമാടമൊക്കെയാണ്. നിങ്ങൾ കാണൂ, പോവാ. ഇതാണ്ട് ഒരുത്തെ കേറുന്നു വേട്ടാവളിയൻ. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ഇരിക്കാനുള്ള ട്രീ ഹൗസ്. ഇവിടെ 5-6 പേർക്ക് സുഖമായിട്ടിരിക്കും കേട്ടോ. അങ്ങനെ ബഹുമാനം ചെയ്തിരിക്കുന്നത്. ഞങ്ങള് കിടക്കം ഇരിക്കൊക്കെ ചെയ്യാട്ടോ. സ്പെഷ്യലായിട്ട് ചെയ്തേക്കുന്ന 2-3 പലക എന്നാ മുറിപ്പിച്ച് നേരത്തെ വെട്ടിയപ്പം മുറിപ്പിച്ച് അച്ഛ ചെയ്ത. അപ്പം ഞങ്ങളെ എടുത്ത് ചെയ്താട്ടോ. നല്ല സെറ്റപ്പ് ഇരിക്കാം. നമുക്ക് കുഞ്ഞുണ്ടോ, കുഞ്ഞാൽ നമുക്ക് പോയല്ല. നമുക്ക് എവിടെ കിടന്നുറങ്ങുക വേണേലും ചെയ്യാം. പക്ഷെ കിടന്നുറങ്ങാത്ത എന്താന്ന് വെച്ചാണ്ടല്ലോ, ഇവിടെ പാമ്പൊക്കെ വന്ന് കയറിയിരിക്കും. അതാണ് ഇവിടെ തണുപ്പ് ഭയങ്കര, ഇടയ്ക്ക് തണുപ്പ് വരും. ഇപ്പൊ ഇവിടെ ചപ്പ് ഏലത്തിലേക്കും ചപ്പ് കാരണം എന്റെ കടവൂരിന്റെ ചേട്ടൻ ഒരു പാമ്പിനെ കണ്ടിട്ട് അയ്യോ പാമ്പ് അമ്മച്ചേ അറിഞ്ഞ പേടിച്ചോടുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പേടിയില്ലായിരുന്നോണ്ട് ഇത് ഇവക്കടെ ഊഞ്ഞാലാട്ടോ. അവധിക്കാലത്തെ 2 മാസം ഇവിടെ ഊഞ്ഞാലാട്ടമായിരുന്നു ഈ പെണ്ണിന്റെ പരിപാടി. കാണിച്ചുതരാം. മതി, അങ്ങനെയുള്ളത് കാണിക്കരുത്. മതി മതി മതി. എനിക്ക് പറയുന്നുണ്ട്. ഹലോ ഗൈസ്, ഇതാണ് ഊഞ്ഞാല്. ഇതില് ലെവലൊക്കെ ഇടാം. ഇത്ര ഞാൻ ഫുൾ ലെവൽ ഇട്ടേക്കാണ്. ഇത്ര പോവാ. നമുക്ക് കുറച്ചിടുവാണെങ്കിൽ ഇത്ര പോവാ. ഇത് പുഷപ്പൊക്കെ എടുക്കാം. ഇത് നോക്കൂ, എന്നെ ഒന്ന് കാണിക്കും. വെരി സിമ്പിൾ. എല്ലാരും അവധിക്കാലത്ത് ഊഞ്ഞാലൊക്കെ കെട്ടി ആഘോഷിച്ച് കാണൂലോ. ഇതേപോലെ ഊഞ്ഞാലൊക്കെ കെട്ടി ആഘോഷിച്ച് ഞങ്ങളിവിടെ ഒരു വള്ളി കെട്ടിയിട്ടുണ്ടായിരുന്നു. വലിച്ച് കാലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കാം, ഇങ്ങനെയാടാ വെരി ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ ലെവലാണേ. ഇത് 1 2 3 4 ഇത്ര ലെവലാണ്. 2 ജാതി കേട്ടോ. ഞാൻ ഇപ്പൊ പുഷപ്പ് എടുത്ത് കാണിക്കാം. നല്ല സിമ്പിളാണ്. അങ്ങനെ പുഷ്പം എടുക്കട്ടെ. ഇത് പിന്നെ ഞങ്ങൾ ഇതില് പലക കയറ്റി വെച്ചേക്കുവാണ്. ഇത് ഞാൻ കേറാൻ ശ്രമിച്ചിട്ടുണ്ട്. കേറി കാണിച്ചു തരാം നിങ്ങൾക്ക്. വേണ്ട വേണ്ട, എന്നാലും ഇത് നമ്മുടെ വീടിന്റെ ചുറ്റും ഏലം വെച്ചിട്ടുണ്ട്. ഏലത്തിന്റെ ഇടയ്ക്ക് ജാതിയുണ്ട്. അപ്പം വെക്കേഷൻ സമയത്ത് 2 മാസത്തെ വെക്കേഷൻ പിള്ളേര് വീട്ടില് ആഘോഷിച്ചതിനൊരു പകരം പറമ്പിൽ വന്നിട്ട് ഈ ജാതിയില് ഏറുമാടമൊക്കെ കെട്ടി ഇവിടെ ആയിരുന്നു ഫുൾ സമയവും എല്ലാരും. പിന്നെ നല്ല തണലുണ്ട്, വെയിലൊന്നുമില്ല. അപ്പൊ ഇവർക്ക് ഇവിടെ ഇരുന്ന് ഇവരുടെ ഇതായ രീതിയിൽ കളിക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ്. വേറെ 2 പേരും കൂടെ ഉണ്ടായിരുന്നു. അവര് സ്കൂള് തുറന്നപ്പോഴത്തേക്കും പോയി. ഒരാള് ചേച്ചിയുടെ കൊച്ചു തൊടുപുഴ, അവനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ പോയി. പിന്നെ അമ്പാടിയുടെ ചേട്ടൻ ട്യൂഷൻ കഴിഞ്ഞിട്ട് അവൻ വീട്ടിലോട്ട് പോയി. കാണിക്കുന്നുണ്ട്. പറഞ്ഞ എന്താന്ന് വെച്ചാ അങ്ങനെയല്ല, ഭയങ്കര നിനക്കെന്താ പറയാനുള്ളേ? ട്രീ ഹൗസ് ഇത് ഞങ്ങൾ ഇരിക്കുന്നാട്ടോ. എപ്പോഴും ഇവിടെ ഇരിക്കും, കിടക്കുന്നു ചെയ്യും. ഇവിടെ അതുപോലെ നേരെ വലിയ പണിതായിരുന്നു. അത് ഇന്നത്തെ വലിയ സംഭവിച്ചു. അതപ്പം പൊട്ടിപ്പോയി, വിണ്ട് കയറിപ്പോയി. ഞങ്ങൾ എല്ലാവരും ഇരുന്നപ്പോ വിണ്ട് കയറി വെയിറ്റ് കയറാം. അതുകൊണ്ട് ഞങ്ങളത് മാറ്റി. ഇപ്പൊ വലിയ ഇതുകൊണ്ട് വലിയ തടി ഇത്ര വീതിയുള്ള ഒരു വല ഉണ്ടായിരുന്നേ, അത് എടുത്തോണ്ട് പോയി. ഞാൻ അവസാനം എടുത്തോണ്ട് പോയി. അപ്പൊ ഞങ്ങൾ ഈ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കും. ഇവിടെ ഒരു കട്ടിൽ പോലെ ഇങ്ങനെ കിടക്കാവുന്നുണ്ടായിരുന്നു. അത് ഇവിടുന്ന് പൊളിച്ചു മാറ്റി ഇതാക്കി. ഇവിടെ 3-5 കട്ടിലുണ്ടായിരുന്ന. ഏതായാലും ദേവുവിന്റെയും ദേവികയുടെയും അമ്പാടിയുടെയും അപ്പുണ്ണിയുടെയും ഏറുമാടം
ഞങ്ങളായിട്ട് കൂടി ഒരുമിച്ച് മത്സരം വെച്ച് വീഡിയോ എടുത്തിട്ടോ, തലയിൽ ഇരുന്നേക്കരുത് അത്. ഞാനാണ് ഫസ്റ്റ് എത്തിയത്. ഞാൻ സെക്കൻഡ് ആണെന്നേ ഉള്ളൂ. ഞാൻ കേറിയില്ല. അപ്പൊ പകുതിയും കൂടെ കാണണം. നല്ല രസമാണ്. അടിപൊളിയാട്ടോ. അവധിക്കൊക്കെ ഇങ്ങനെ ഏർമാനം കിട്ടി ഇങ്ങനെ ഇരുന്ന് നോക്കാം. അപ്പൊ നല്ല രസമായിരിക്കും. ഇത് കിടക്കാട്ടോ. ഇതിലൊക്കെ കിടക്കാൻ ഞാൻ കാണിച്ചു. സൂക്ഷിക്കണം. പക്ഷെ പാമ്പുകളൊക്കെ ഉണ്ട്, അപകടകാരിയ പാമ്പുകള്. ഞങ്ങൾ ഇവിടെ ഒരു പാമ്പിനെ കണ്ടതാണ്. ചുറ്റി ഇങ്ങനെ ഇരിക്കുവായിരുന്നു. പാമ്പുണ്ട്, സൂക്ഷിക്കണം. ചപ്പിനിടെ കയറും. അതുകൊണ്ട് നമ്മള് നോക്കിയിട്ടൊക്കെ കയറി ഇരിക്കണം. അത് മാത്രം ഇവിടെ അല്ലേ പാമ്പ് കടിക്കും, സൂക്ഷിക്കണം. കെട്ടുന്നൊക്കെ നല്ലതാ. അതുപോലെ തന്നെ നമ്മള് ഇങ്ങനെ ഓട്ടൊക്കെ ഉള്ളത് ആയിട്ടുള്ള ഇതൊക്കെ ഇല്ലേ, അതില് പരമാവധി അവിടെ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇത് ഉണ്ടാക്കാൻ അവിടെയൊക്കെ പാമ്പ് കയറി നമ്മൾ അറിയില്ല. ഇതിപ്പോ നമ്മുടെ വീടിനോട് ചേർന്നിട്ട് തന്നെയുള്ള സ്ഥലമാട്ടോ, നമ്മുടെ വീടിന്റെ മുറ്റത്തിന്റെ അടുത്ത് തന്നെയുള്ള സ്ഥലമാ. ഹലോ ഗായ്സ്, ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും കമന്റും സബ്സ്ക്രൈബും ചെയ്യണേ. ടാറ്റ. ഞാനൊരു മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായും വന്നിരും. അപ്പൊ ഇതെല്ലാം ചെയ്തിരിക്കണം ഗായ്സ്. ലൈക്ക്, ഷെയർ എല്ലാം ചെയ്തിരിക്കണം. സബ്സ്ക്രൈബും കൂടെ ചെയ്തിരിക്കണേ ഗായ്സ്. അപ്പൊ തീരുമാണ്. ടാറ്റാ. നമ്മളെ കയറി പോകേണ്ട വള്ളി കേട്ടോ. ഞാൻ അറിയാൻ